കുഞ്ഞുങ്ങളെന്ന് മറക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം വളരെ മനോഹരമായ നിലയിലാണ് ഇവിടെ ദൈവം ആ വിവാഹങ്ങളൊക്കെ നടക്കുവാൻ ദൈവം സഹായിച്ചത്. അതിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വണ്ടിത്തരം ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങളോട് സന്തോഷ വർത്തമാനം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതായ സന്തോഷ വർത്തമാനം അറിയിക്കാൻ തക്കവണ്ണമാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുമ്പോൾ 3 ചോദ്യങ്ങളാണ് ആ കുഞ്ഞിന്റെ മുമ്പിലുള്ളത്. ഒന്ന്, ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ഈ കുഞ്ഞ് കടന്നു വന്നത്? രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്, ഒരു വ്യക്തി ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം എങ്ങോട്ടേക്കാണ് ഈ വ്യക്തി കടന്നു പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 1, എവിടെ നിന്ന് വന്നു? 2, എന്തിന് ഈ ഭൂമിയിൽ ആയിരിക്കുന്നു? 3, ഈ ഭൂമിയിൽ നിന്നും ഇനി എങ്ങോട്ട് പോകും? പ്രൈസ് ദി ലോർഡ്. ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 3 ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ഈ 3 ചോദ്യങ്ങൾ, മാനവരാശിയെ സംബന്ധിക്കുന്ന ഈ 3 ചോദ്യങ്ങളുടേതായ ഉത്തരം നൽകുവാൻ തക്കവണ്ണം ഇന്ന് കഴിവുള്ള ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ പേരാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട് ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണ്. ഒന്ന്, നാം എവിടെ നിന്ന് വന്നു? ബൈബിൾ പറയുന്നു നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ ഭയങ്കരവും അതിശയകരമായി ഒരു അമ്മയുടെ ഉദരത്തില് അത് പിണ്ഡാകാരമാകുന്നതിന് മുമ്പേ എന്നെയും നിങ്ങളെയും കണ്ടവനായ ഒരു ദൈവമുണ്ട്. ഈ ആകാശവും ഭൂമിയും ഉളവാകുന്നതിന് മുമ്പേ നമ്മളെ പേരുതല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. ആ ദൈവം നമ്മളെ അറിഞ്ഞു. ആ ദൈവം നമ്മളെ ഈ ലോകത്തിൽ കൊണ്ടുവന്നു. ഈ ലോകത്തിൽ നമ്മൾ ജനിക്കുവാൻ തക്കവണ്ണം ഒരു അപ്പനെയും അമ്മയെയും ആ ദൈവം തെരഞ്ഞെടുത്തു. നമ്മളെ ഈ ലോകത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നത്? രണ്ടാമത്തെ ഉത്തരം ബൈബിളിൽ പറയുന്നു, ദൈവം നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൂടെ വസിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിപ്പാനിടയായത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദര, ഈ വണ്ടിത്തടം ദേശത്ത് ഇന്ന് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. അത് ഇന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ സ്നേഹിക്കുന്ന സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട്, ആ സൃഷ്ടാവിന്റെ സ്നേഹം മനസ്സിലായിക്കൊണ്ട്, സൃഷ്ടാവിന്റെ കൂടെ നടക്കുവാൻ വേണ്ടി, സൃഷ്ടാവിന് മഹത്വമുള്ള ഒരു ജീവിതം നയിപ്പാൻ വേണ്ടി ആ ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവത്തില് ദൈവം സ്നേഹിക്കുവാൻ തക്കവണ്ണം, സ്നേഹിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് ദൈവം മാനവരാശിയെ ഉളവാക്കുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. അത് അപ്രകാരം ഈ ലോകത്തിലേക്ക് വരുന്ന ഓരോ കുഞ്ഞും ദൈവത്തിന്റെ ആഗ്രഹം, അത് സൃഷ്ടാവിനെ അറിഞ്ഞ് എന്നെ സ്നേഹിച്ച് എന്റെ ആ കൂട്ടായ്മയിൽ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. ദൈവം ഹല്ലേലൂയ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ദൈവമല്ല, എനിക്ക് ആരും വേണ്ട എന്ന് പറയുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ്. മറിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് ത്രിയോഗ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം തന്നെ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയെ കാണിക്കുന്നതാണ്. ദൈവം തന്നെ സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ വസിപ്പാൻ തക്കവണ്ണമാണ് ദൈവം മാനവരാശിയെ സൃഷ്ടിപ്പാൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ. യോഹന്നാൻ 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വീണ്ടും ദൈവത്തിന്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം എന്നെ സ്നേഹിച്ചു. ദൈവം നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുമായി ഒരു കൂട്ടായ്മ ഈ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിൽ കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ദൈവത്തെ ആ മഹത്വത്തിന് വേണ്ടി ജീവിക്കണം. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയല്ല, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല. സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട്, സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട്, സൃഷ്ടാവിന്റെ കൂടെ ചേർന്ന് നടന്നുകൊണ്ട്, സൃഷ്ടാവിനെ സ്നേഹിച്ചുകൊണ്ട്, സൃഷ്ടാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വമുള്ള സന്തോഷകരമായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. 3, നമ്മൾ എങ്ങോട്ട് പോകും?
ഈ ലോക ജീവിതം നിന്ന് എങ്ങോട്ട് പോകും? ബൈബിളിൽ പറയുന്നു, ഇബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു. ഒരു ദിവസം ഈ ലോകം വിട്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു നമുക്കൊരു ജഡ്ജ്മെന്റ് മുമ്പിൽ വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ റോമർ 8:1 പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു കർത്താവിനെ അറിഞ്ഞവർക്ക്, അത് മാനവരാശിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ അറിയുന്ന മക്കൾക്ക്, വിശ്വസിക്കുന്ന മക്കൾക്ക് നിശ്ചയമായിട്ടും ആ ന്യായവിധിയിൽ നിന്നും ദൈവം അവർക്ക് വിടുതൽ കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവർക്ക് ദൈവം നിത്യജീവൻ കൊടുക്കുന്നു. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവത്തെ മനുഷ്യൻ നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംഭവമാണ് പാവമെന്ന് പറയുന്നത്. എത്ര വലിയ ഡാമാണെങ്കിലും ഒരു ചെറിയ ഒരു പൊട്ടൽ മതി, പ്രൈസ് ദി ലോർഡ്, ആ ഡാമിനെ മുഴുവൻ തകർക്കുവാനായിട്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള പാപം നമുക്ക് എങ്ങനെ സാധിക്കും? ആ പാപത്തിന്റെ പരിഹാരം